തൃശൂർ അമ്പലപുരത്ത് അനധികൃതമായി വീട്ടിൽ നായ വളർത്തൽ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്കെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇന്നലെ നായ്ക്കളുടെ കടിയേറ്റ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റിരുന്നു. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂരിലെ അമ്പലപുരത്ത് മൈത്രി നഗറിലാണ് ഉള്ളത്. ഈ മുളങ്ങുത്താവൂർ സമീപം അത്താണിക്കോ സമീപമാണ് ഈ പ്രദേശം. ഇവിടെയാണ് 50ഓളം നായ്ക്കളെ വളർത്തുന്നുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു വനിതാ ഡോക്ടർ എന്നാണ് പറയുന്നത്. അവർ ഒരു വനിതാ ഡോക്ടറാണ്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് അവർ രോഗികളെ പരിചരിക്കുന്നത്. അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഏതാണ്ട് 50ഓളം നായ്ക്കളുണ്ട്. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകി. പക്ഷേ ഒരു കണക്കിന് പോലും അവർ അടുക്കുന്നില്ല. അവർ ആ പരാതി കൊടുക്കുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ചേച്ചി ഇവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരോട് അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കും. അതിൽ ഞാനും ഒരു ഇരയാണ്. തെരുവ് നായ്ക്കൾക്ക് എങ്ങനെ ഇവർ ഭക്ഷണം കൊടുക്കുന്നു? അങ്ങനെ തന്നെയാണ്. അവരെല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം കൊടുക്കും. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതും അതിന് പുറമെ നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയണത് ഇത് നമ്മൾ വളർത്തുന്നതല്ല, പുറത്ത് നടക്കുന്ന ഇതാണ്, ഗവൺമെൻറ് നോക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഗവൺമെൻറ്റാണ് എല്ലാം, വളരെ പുച്ഛമായിട്ടുള്ള ഒരു പണിയും ചെയ്യാത്ത ഗവൺമെൻറ്റാണ് ഇവിടെ. നല്ല രീതിയിലാണ് ഇവരുടെ നയം. സാർ, ഇതിലൊരു പ്രതിഷേധമൊക്കെ നടത്തി നിങ്ങൾ കോടതിയിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, അങ്ങനെ വിവിധ സ്ഥലത്ത് പരാതി കൊടുത്തതാണ്. വനിതാ കമ്മീഷന് കൊടുത്തിട്ട് അവർ സിറ്റിങ്ങിന് വിളിച്ചിട്ട് ഡോക്ടറോട് ഹാജരായില്ല. ഇവിടെ പരാതി കൊടുത്തവർ പോയി. അങ്ങനെ ഉണ്ടായത്. ഇവർ കാറിൽ ഭക്ഷണം സ്റ്റോക്ക് ചെയ്തിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് വീടുകളുടെ നടുക്കിലായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡ്രൈവറുണ്ട്, അയാളാണ് ഗുണ്ടയെന്ന് തന്നെ പറയാം. അവരാണ് എന്നിട്ട് നാട്ടുകാരെ ചോദ്യം ചെയ്യുന്ന, നാട്ടുകാരെ ആക്രമിക്കുന്നത്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലറല്ലേ, സ്വാഭാവികമായിട്ട് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ളൊരു നടപടിയിലേക്ക് കടക്കാൻ നമ്മൾ പിഴയിടാൻ ആവശ്യമായ നടപടിയിലേക്ക് ഒരുപാട് പ്രാവശ്യം ഒരു ലെറ്റർ പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നിയമപ്രകാരം ഇവരൊക്കെ ഒരുപാട് കോടതിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കളക്ടറുടെ അടുത്ത് ഓർഡറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും നടപ്പിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കും ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുറത്തേക്ക് ഇറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. അത്രണ്ട് ബുദ്ധിമുട്ടിലാണ് അവർ. സന്ദീപ് കോലഴിക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.